സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. രാവിലെ ഉയർന്ന വില ഉച്ചയോടെ വീണ്ടും കുതിച്ചു. വില കുറയുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് ഒറ്റ ദിവസം കൊണ്ട് 2 തവണ വില ഉയർന്നത്. എന്റെ അമ്മോ, വീണ്ടും തലപൊക്കി പൊന്ന്. ഉച്ചതിരിഞ്ഞ് ഇതെന്ത് സംഭവിച്ചു? കുതിച്ചു സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ തന്നെയാണ്. വിവാഹ സീസൺ ആയതിനാൽ തന്നെ രാജ്യത്ത് ഇപ്പോൾ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണ്. ആഭരണങ്ങളുടെ വിൽപ്പനയാണ് ഇക്കാലയളവിൽ കൂടുതലായി നടക്കുന്നത്. അതിനാൽ തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ലാഭകരമായ സമയം കൂടിയാണിതെന്ന് വേണമെങ്കിൽ പറയാം. റിസർവ് ബാങ്കിന്റെ പണനയ തീരുമാനത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഡോളറിന്റെ ബലഹീനതയും ആരോഗ്യകരമായ സ്പോട്ട് ഡിമാൻഡും സ്വർണ്ണവിലയിലെ ഇടിവ് പരിമിതപ്പെടുത്തി. $US ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇത് സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്തായാലും സ്വർണ്ണവിലയിൽ സംസ്ഥാനത്ത് വലിയ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു സ്വർണ്ണ വ്യാപാരം നടത്തിയത്. എന്നാൽ ഇന്ന് 2 തവണയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. രാവിലെ ഉയർന്ന വില ഉച്ചയോടെ വീണ്ടും കുതിച്ചു കയറി. വില കുറയുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് ഒറ്റ ദിവസം തന്നെ 2 തവണ സ്വർണ്ണവില ഉയർന്നത്. സ്വർണം വാങ്ങാൻ കാത്തുനിന്നവർക്ക് ഇത് തിരിച്ചടിയാണ്. എങ്കിലും വിൽക്കാൻ പദ്ധതിയുള്ളവർക്ക് ഇത് മികച്ച ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. ഗ്രാമിന് 70 രൂപയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 11,980 രൂപയായി. പവന് ഈ മാസത്തെ ഉയർന്ന നിരക്കായ 95,840 രൂപയിലും എത്തി. രാവിലെ ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും വർദ്ധിച്ചിരുന്നു. വെള്ളിയാഴ്ചയാകെ ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും കൂടി. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില പവന് 78,800 രൂപയായും 14 ക്യാരറ്റിന്റേത് 61,400 രൂപയായും വർദ്ധിച്ചു. 39,600 രൂപയാണ് ഒരു പവൻ 9 ക്യാരറ്റ് സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിലെ മാറ്റം തന്നെയാണ് കേരളത്തിലെ വിലയിലും ബാധിച്ചിരിക്കുന്നത്. US ഫെഡ് പലിശ കുറയ്ക്കുമോ എന്ന ആശങ്കയാണ് സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഫെഡ് റിസർവ് അടുത്ത യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത 87% വർദ്ധിപ്പിച്ചുവെന്നാണ് വിപണിയിലെ നിരീക്ഷണം. പലിശ നിരക്ക് കുറഞ്ഞാൽ ഡോളറും കടപ്പത്ര ആദായ നിരക്കും താഴും. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ നീങ്ങും. ഇത് വില കുതിക്കാൻ കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം US സാമ്പത്തിക കമ്മി, വ്യാപാര തർക്കങ്ങൾ, ആഗോള ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയെല്ലാം സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇന്ന് 1 പവൻ വാങ്ങണമെങ്കിൽ രൂപയ്ക്ക് പുറമെ പണിക്കൂലി, ഏറ്റവും കുറഞ്ഞത് 2%, GST, ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടി കൊടുത്താലാണ് 1 പവന്റെ ആഭരണം നമ്മുടെ കയ്യിൽ ലഭിക്കുക. അതിനാൽ തന്നെ പവൻ ആഭരണം വാങ്ങണമെങ്കിൽ 1 ലക്ഷത്തിലേറെ രൂപ ചെലവാകുമെന്ന് ഉറപ്പാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.